അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ്, അടുത്ത സ്പോൺസർഷിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ടെന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു ഹോം കെയർ സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്നത്. സോ ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് ഏതായാലും ഒരുപാട് സ്പോൺസർഷിപ്പ് കാര്യങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഓൾമോസ്റ്റ് ഒരു 25+ വേക്കൻസികളെ കുറിച്ചാണ്. സോ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് എന്ന് അത് മെൻഷൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. ഓൾറെഡി അതിനകത്ത് സ്പോൺസർഷിപ്പ് ഉള്ള പലതരം ജോലികളുണ്ട്. കാരണം അത് ലൊക്കേഷൻ ബേസ്ഡ് ആണ് സ്പോൺസർഷിപ്പ് അവർ സോർട്ട് ചെയ്തിരിക്കുന്നത്. സോ 25 വേക്കൻസീസ് ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ 25 വേക്കൻസികൾക്കും സ്പോൺസർഷിപ്പ് ഇല്ല. പക്ഷേ 25 വേക്കൻസികൾ അവർ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറിന്റെ. പിന്നെ അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. സോ റിക്വയർമെന്റ്സിലേക്ക് പോകുന്നതിനാട്ടിലും മുന്നേ ഞാൻ 2 കാര്യങ്ങൾ പറയാം. സോ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. സോ ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു ചേഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ചേഞ്ചസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 തീയതി ഏപ്രിൽ തൊട്ട് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു മാറ്റം വന്നിട്ടുണ്ട് റൂൾസിൽ. റൂൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം വേജ് 12.85 അങ്ങനെ സംതിങ് 80 സംതിങ് ആ ഒരു എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനിയും COS കിട്ടാൻ വേണ്ടി ചാൻസസ് ഉള്ളതെന്നാണ് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇഫ് ഐ എം നോട്ട് റോങ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് മാറ്റവും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് റൂൾസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ വന്ന് അറിയിക്കണം. അപ്പം ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് വന്ന് അറിയിക്കണം. എന്നാലേ ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ മാറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവത്തുള്ളൂ. സോ നമുക്ക് വേക്കൻസിയിലേക്ക് പോകാം. സോ വേക്കൻസിയുടെ ഡിസ്ക്രിപ്ഷൻ അവർ മെയിൻലി കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ആയിരുന്നു. അതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ അതുകൂടാതെ 3 years മിനിമം കെയറിൽ വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. 3 years മിനിമം COS എന്നാണ് അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനകത്ത് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് വിസ സ്വിച്ച് അല്ലെന്നുണ്ടെങ്കിൽ സ്പോൺഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം. സോ ഏതായാലും ഞാൻ ഇത് വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷനും ഇതിന്റെ ജോലിയുടെ ഡിസ്ക്രിപ്ഷനും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സോ ഇതിന്റെ വലിയൊരു JD ഉണ്ട്, ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഒരു PDF ഉണ്ട്. ആ PDF ഞാൻ എങ്ങനെ എനിക്ക് അയക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാലും സ്ക്രീൻഷോട്ട് വഴി അയക്കാൻ വേണ്ടി നോക്കാം. സോ നിങ്ങൾക്കത് അനുസരിച്ച് നിങ്ങൾക്ക് CV എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഏതായാലും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഏതായാലും ഇതെല്ലാം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. See you next video.